ബോക്സ് എടുക്കും. ഈ ബോക്സ് പുറത്തോട്ടെടുക്കും. അപ്പം വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ട് ബോക്സ് ചെയ്യുന്നൊരു വീഡിയോ എടുത്തായിരുന്നു. എനിക്ക് അത് എടുക്കണമെന്ന് പിന്നെ അയക്കണം. അതിൻ്റെ കാര്യം അപ്പം ഇതാണ് ഇതിൻ്റെ സൗണ്ട് ബാർ. ഒരു പാർട്സ് ഏകദേശം 5 സ്പീക്കേഴ്സ് ആണോ 6 സ്പീക്കേഴ്സ് ആണോ കറക്റ്റായിട്ട് അറിയില്ല. ടോട്ടൽ 725 വാട്ട്സ് ആണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ 2 റിയർ സ്പീക്കേഴ്സ് ഉണ്ട്. ഓട്ടോമാറ്റിക് കണക്ട് ആണ്, റിയർ ആണ്, വയർ കണക്റ്റബിൾ അല്ല. നമുക്ക് ഡയറക്റ്റ് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ആവും. ഓക്കെ, 2 ഉണ്ട്. 2 സ്പീക്കേഴ്സ്. പിന്നെ ഡോൾബി അറ്റ്മോസ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ARC കേബിൾ ഡയറക്റ്റ് HDMI കേബിൾ കണക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഡോൾബി ഇതിനകത്ത് വർക്കുള്ളതെന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്കിത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും പിന്നെ വർക്കിംഗ് എങ്ങനെയാണ്. പക്ഷേ സൗണ്ട് അടിപൊളിയാണ്. കേട്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് വെച്ച് അൺബോക്സ് ചെയ്ത് നോക്കിയപ്പോൾ ആദ്യം ചെയ്തായിരുന്നു അൺബോക്സ്, വീണ്ടും ചെയ്ത് നോക്കിയത്. ഇതിനോട് നല്ലൊരു അടിപൊളി ഡിസൈനുള്ള റിമോട്ട് കിട്ടുന്നുണ്ട്, റിമോട്ട് കൺട്രോൾ. പിന്നെ അഡാപ്റ്റർ കേബിൾസും വാളിൽ പ്ലഗ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി ഇട്ടാണ്. പിന്നെ ഒരു HDMI കേബിൾ ഇതിലൂടെ കിട്ടുന്നുണ്ട്, HDMI കേബിൾ കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് 2 സൗണ്ട് ബാർ വെക്കാൻ വേണ്ടി 2 സ്റ്റാൻഡ് ഉണ്ട് ഗൈസ്. 2 സ്റ്റാൻഡ് നമുക്ക് വാളിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതാണ് നമ്മുടെ വീട് വിളിക്കുന്ന സബ് വൂഫർ. ഇത് 2 എണ്ണമാണ്, 2 സബ് വൂഫറാണ്. അപ്പോൾ ഇതിൻ്റെ വാട്ട്സും കാര്യങ്ങളും കുറേ എഴുതിയിട്ടില്ല. ടോട്ടൽ വാട്ട്സ് ഇത് 240 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് പവർ, 725 വാട്ട്സാണ് ഔട്ട്പുട്ട് പവർ ഫുള്ള് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്കിത് വെച്ച് നോക്കാം. വെച്ചിട്ടെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കേട്ട് പറയാം. പിന്നെ ഓക്കെ, പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് ഒരു എക്സ്ട്രാ മൈക്ക് ഉണ്ട്. കരോക്കെ ഓപ്ഷനുള്ളൊരു സംഭവമാണ്. അപ്പം ഇതിൻ്റെ പേര് സിബ്രോണിക്സിൻ്റെ ജുബാർ 9900 എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് മോഡലാണ്. ഇറങ്ങിയിട്ട് 3-4 മാസമായിരുന്നു സാധനം ഇറങ്ങിയിട്ട്. ഞാൻ ഒരുപാട് നാളായി ഇത് ഈ സാധനത്തിന് വേണ്ടി മേടിക്കണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ മേടിക്കാൻ പറ്റില്ല. കാര്യം നമുക്കൊരു ഡൗട്ട്, JBL മേടിക്കണോ അല്ലെങ്കിൽ സാംസങ് മേടിക്കണോ സിബ്രോണിക്സ് മേടിക്കണോ. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ട് ഫൈനലി നമ്മൾ ഡിസൈഡ് ചെയ്താണ് ഈ സംഭവം. HDFCയുടെ ക്രെഡിറ്റ് കാർഡ് വഴിയാണ് EMI ഓപ്ഷനിലാണ് ഈ സാധനം എടുത്തേക്കുന്നത്. ഓൾറെഡി 33,000 രൂപ കഴിഞ്ഞ മാസം വരെ ഉള്ള സാധനം 27,000 രൂപ ആമസോൺ ഓഫർ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓഫറിലാണ് മേടിച്ചേക്കുന്നത്. 84,000 രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ്. ഒറിജിനൽ പ്രൈസ് 84,000 ആണ്. ആഫ്റ്റർ ഡിസ്കൗണ്ട് 27,000 നമുക്ക് ഈ സാധനം കിട്ടി. അപ്പോൾ ബാക്കി നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളോട് എൻ്റെ കറക്റ്റ് കാര്യങ്ങൾ പറയാം. സൗണ്ട് എങ്ങനെയുണ്ട്, അതിൻ്റെ ക്വാളിറ്റി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബുകളിലൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് എല്ലാം പറയുന്നില്ല. ഇതിൻ്റെ വാട്സും കാര്യങ്ങളും അതൊക്കെ ഒരുപാട് ചാനലാണ്. ഞാനതൊരു ജസ്റ്റ് റിവ്യൂ, നമ്മൾ എടുത്തുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഇത് നമ്മളെടുത്ത നമുക്കാർക്കും നമ്മളാർക്കും പ്രമോട്ട് ചെയ്യുന്നതല്ല, ആർക്കും വേണ്ടി ചെയ്യല്ല, നമ്മൾ സ്വന്തമായിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയുന്നത് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊന്നൊരു പുതിയ പ്രൊജക്ടർ മേടിച്ചിരിക്കുകയാണ്. സാറ്റ്സ്കോയിൻ്റെ ഒരു പുതിയ പ്രൊജക്ടറാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ,
ഇതാണത്. നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ഡെലിവറി ആയിരുന്നു. അപ്പോൾ അവർ ഡെലിവറി ചെയ്ത സമയത്ത് അൺബോക്സ് ചെയ്തായിരുന്നു. ഗൈസ്, നമ്മൾ മേടിച്ചേക്കുന്ന ആമസോണിൽ നിന്നാണ്. ആമസോണിൽ നിന്ന് 23,000 രൂപ കൺവേർട്ട് ചെയ്ത് HDFC കാർഡ് വെച്ചിട്ടാണ് മേടിച്ചേക്കുന്നത്. ഞാൻ 2 ഐറ്റം ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി സംഭവിച്ചു തന്നിരിക്കുന്നത് LED TV എങ്ങനെ കാണുന്ന അതേ പിക്ചർ ക്ലാരിറ്റിയാണ് ഇതിൽ ഞാൻ ഇന്നലെ വെച്ച് നോക്കി. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം, വീഡിയോ ഇട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് സംഭവമാണ്. അപ്പം സാറ്റ്സ്കോൻ്റെ ലോഗോ ഉണ്ട്, ബ്രാൻഡ്, പവർ ബട്ടൺ ഉണ്ട്. ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസാണ് ഇവിടെ. ഫ്രണ്ട് ഡോൾബി ഓഡിയോ ആണ്, ARC സപ്പോർട്ടുള്ള ഡോൾബി ഓഡിയോ ആണ് സംഭവം. പിന്നെ HDMI 1 2 HDMI പോർട്ടുണ്ട്, 2 USB പോർട്ടുണ്ട്, ഒരു ഹെഡ്ഫോൺ സോക്കറ്റ് ഉണ്ട്. പിന്നെ പവർ ഓൺ ഇവിടെയുണ്ട്, ബാക്കിൽ പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള സംഭവം. പിന്നെ ഗൈസ്, ഇത് ലെൻസ് കവറാണ്. ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ലെൻസ് ക്ലീൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിക്കും. നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ലെൻസാണ് ഇത് വെച്ചിരിക്കുന്നത്. എത്ര ഇതൊന്നും അറിയത്തില്ല. പിന്നെ സെൻസറാണ്, ഓട്ടോ ഫോക്കസിങ്ങിൻ്റെ സെൻസറും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നല്ലൊരു ഡിസൈനാണ് കേട്ടോ. ഒരു പിടിക്കാനൊക്കെ ഉള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം നല്ലൊരു ഡിസൈനിൽ ചെയ്തേക്കുന്നത്. പക്ഷേ അതിൻ്റേതായ ക്വാളിറ്റി പിക്ചറിലുണ്ട്. ഇങ്ങനെയൊരു ഈ മോഡലാണെന്ന് ഇപ്പം ഇങ്ങനെ സാധാരണ ഒരു സംഭവം എന്ന് വെച്ചാലും, പിന്നെ ഇതുകൊണ്ട് എയർ ഫിൽറ്ററാണ്. ഇത് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യണം. ഡസ്റ്റ് ഒരുപാട് വരും. പിന്നെ ഒരു ചെറിയ 10 വാട്ട്സിൻ്റെ സ്പീക്കറാണ്, ഡോൾബി സൗണ്ട്, നല്ല കിടുക്കൻ സൗണ്ടാണ്. 2 ഡബിൾ സൈഡിലുണ്ട്. അപ്പം ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ആമസോണിൽ കയറിയ കിട്ടും. നല്ല ഒരു ബ്രാൻഡാണ് സാറ്റ്സ്കോൻ്റെ. സാറ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ബാംഗ്ലൂർ ബേസ്ഡാണ് എൻ്റെ കമ്പനി. ബാംഗ്ലൂരാണ് ഇത് കമ്പനി എന്ന് തോന്നുന്നു. അപ്പം ക്വാളിറ്റിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു. ചെറിയ മെനു ഉണ്ട്, കാറ്റലോഗ്. ഇതിൻ്റെ മൂവി കൺട്രോളിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി എങ്ങനെ അതിൻ്റെ ഫങ്ഷൻസൊക്കെ 300 ഇഞ്ച് വരെ ഇത് ചെയ്യാമെന്നാണ് പറഞ്ഞത്. എന്നാലും മാക്സിമം 200 ഇഞ്ച് വരെ ചെയ്യുകയാണെങ്കിൽ ഒരുവിധം നമുക്ക് ക്ലാരിറ്റിയിൽ മൂവി കാണാൻ പറ്റും. 300 ഇഞ്ച് വരെയാണ് ഇതിന് കമ്പനി പറയുന്നത്. പക്ഷേ ഒരു 200 ഇഞ്ച് 250 ഇഞ്ച് വരെ അത്രയൊക്കെ നമ്മളൊരു വീട്ടിൽ കാണത്തില്ലോ, 250 ഇഞ്ച് എന്നൊക്കെ. അപ്പം മാക്സിമം നമുക്കൊരു 200 ഇഞ്ച് വരെ പ്രൊജക്റ്റ് ചെയ്യാം ഇത്. അപ്പോൾ പിന്നെ ഒരുപാട് ഫങ്ഷൻ ഉണ്ട്. ആൻഡ്രോയിഡ് ആണ്, സിസ്റ്റം ആൻഡ്രോയിഡ്, വൈഫൈ ആണ്, 9.50. ഒരുപാട് ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറി സാറ്റ്സ്കോൻ്റെ ഈ ബ്രാൻഡിനെ കുറിച്ച് ചെക്ക് ചെയ്യണം, വിശദമായിട്ട് കാണും. पिछले 2 सालों से वो तालिबान और उनके मूवमेंट्स को ट्रैक कर रहा था. रेगुलर अपडेट्स आते थे. जहां वो है वहां से कोई एजेंट जिंदा वापस नहीं आया है आज तक. तुम उस एजेंट को जानते हो? कौन है? Sword of Honor. 183rd Cross Air Force Academy Squadron Leader Shamsher Patania, call sign Patty.
പത്താൻ മൂവിയാണ് ഇട്ടിരിക്കുന്നത്. പത്താൻ മൂവിയുടെ ക്ലാരിറ്റി ഉണ്ട്. ഇതാണ് സാറ്റ്സ്കോയുടെ പ്രൊജക്ടറിൻ്റെ കളർഫുൾ, നല്ല ക്ലാരിറ്റിയാണ്, ഭയങ്കര അടിപൊളി കളർഫുള്ളാണ്. 12,000 ലൂമിയൻസിലാണ് ഇതിൻ്റെ 12,000 ലൂമിയൻസും പിന്നെ ANC 1,200 ഗൈസ്. ഓക്കെ, ഇതൊക്കെ പക്കാനുള്ള ക്ലാരിറ്റിയാണ്. ஒரு பெரிய 30x30 அது எந்த சாதனையை தொடர்ந்து எந்த எக்ஸ்ப்ளோசிவ்